ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആണ്ടുവട്ടത്തിലെ 28ാമത്തെ ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച ഈശോ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സമൃദ്ധമായ വീഞ്ഞുകൊണ്ട്, നല്ല ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ കണ്ണീരുകളും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറ്റും. ഈശോ സമൃദ്ധമായ വീഞ്ഞ് ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഈ പരിശുദ്ധമായ അൾത്താരയാണ്. നമ്മുടെ ജീവിതത്തിൽ സങ്കടമുണ്ടാകും, വേദനകളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ ഇവിടെയൊക്കെ മധ്യേ ഇതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും. അപ്പോഴാണ് ദൈവം എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നുപോയ ഈശോയാണ്. അപ്പോൾ ഈശോ ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ സങ്കടങ്ങളും മാറി നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിലേക്ക് ആശ്രയിക്കാം. ദൈവം ഉദ്ധിതനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ എല്ലാം അതിജീവിക്കാനുള്ള കരുത്തും ബലവും നമുക്കുണ്ടായിരിക്കും. ആ ഒരു കൃപയ്ക്ക് ഈ ബലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപ വചനം പറയുന്നു, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല, എനിക്കൊരു മുട്ടുണ്ടാകില്ല. കാരണം അവിടെ നിന്നാണ് എൻ്റെ നായകൻ, അവിടെ നിന്നാണ് രക്ഷകൻ. ആ വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആലയത്തിൽ പരിശുദ്ധിയോടെ ഈ ബലിയർപ്പിക്കാൻ എന്തെങ്കിലും കുറവോ ബലഹീനതകളോ പാപങ്ങളുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കാം. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പാപങ്ങൾ കടിച്ചു പോകാണെങ്കിലും അവയെല്ലാം കഴുകി ഇത് വെണ്മയുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് അനുതാപത്തോടെ മാനസാന്തരത്തോടുകൂടി കർത്താവെ, പ്രകാരം തെറ്റുകളും പാപങ്ങളും എൻ്റെ ജീവിതത്തോട് അതെല്ലാം എന്നെ എടുത്തു മാറ്റണമേ എന്ന വലിയ വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ കൂപ്പി തെറ്റുകൾ, പാപങ്ങൾ ഈശോയുടെ കുരിശുരത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ഏറ്റുമെല്ലാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും യേശോയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിട എൻ്റെ വലിയ വിട. ആകെയാണ് ഇതിനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാവങ്ങൾ പുറത്ത്
നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവായ
ആണ്ടുവട്ടത്തിലെ 28-ാം ഞായർ. ഒന്നാം വായന യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 25-ാം അധ്യായം 6 മുതൽ 10 വരെ വാക്യങ്ങൾ. കർത്താവ് വിരുന്നൊരുക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു കളയും. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുക്കുമാറ്റ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. സർവ്വജനതകളുടെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുൾ ചെയ്തിരിക്കുന്നത്. അന്ന് അങ്ങനെ പറയുന്നത് കേൾക്കാം: ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ സൃഷ്ടാവായ രക്ഷകനായ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ലസിക്കാം. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവ് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. അക്കാലത്ത് പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളോടും ഈശോ ഒരു ഉപമ അരുളി ചെയ്തു. തൻ്റെ പുത്രന് വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം സ്വർഗരാജ്യം. വിവാഹമെന്ന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. ക്ഷണിക്കപ്പെട്ടവർ എന്നാൽ അവർ വരാൻ വിസമ്മതിച്ചു. വീണ്ടും അവരെ വേറെ ഭൃത്യന്മാരെ അയച്ചു.
ഇതാ വിരുന്ന് സജ്ജമായിരിക്കണം. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറായി കഴിഞ്ഞു, വിരുന്നിന് വരിക എന്ന് പറഞ്ഞ് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയും. എന്നാൽ ക്ഷണിക്കപ്പെട്ട അതും വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും മറ്റൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റുള്ളവർ അവർത്തന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രോധനായി സൈന്യത്തെ അഴിച്ചു ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവൻ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കണം, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കും. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കാണുന്ന എല്ലാവരെയും വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാരിൽ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടനും ശിഷ്ടനും ഉൾപ്പെടെ കണ്ടെത്തിയ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികൾ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണുവാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവാണ് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. രാജാവ് പരിചാരനോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തേക്ക് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും. എന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. ഇരിക്കട്ടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 28ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് കർത്താവായ ഈശോ എല്ലാവരെയും തൻ്റെ വിരുന്നിനായി, മഹാവിരുന്നിനായി ക്ഷണിച്ചിരിക്കുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് എന്തെല്ലാം അറിവുകൾ വേണം, എന്തിനെക്കുറിച്ചെങ്കിലും അറിവ് ആവശ്യമുണ്ടോ? നിങ്ങൾ കമ്പ്യൂട്ടർ തുറക്കുക, ഗൂഗിൾ എടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്തിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടും. പക്ഷേ അറിവ് നേടിയതുകൊണ്ട്, അറിവ് സ്വായത്തമാക്കിക്കൊണ്ട് ബോധ്യമുണ്ടാകണമെന്നില്ല. ബോധ്യം, അതായത് നീതി എന്താണ്, സത്യം എന്താണ്, ഈ സത്യത്തിലൂടെ നടക്കാനുള്ള ബോധ്യം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്, കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പാപത്തിൽ ചരിക്കില്ല. അങ്ങയുടെ പ്രമാണങ്ങൾ, അങ്ങയുടെ കൽപ്പനകൾ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് പാപത്തിൽ ചരിക്കില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തിലേക്ക് വരണം. നിങ്ങൾക്കറിയാമല്ലോ, അറിവുകൾ എഴുത്തിലൂടെ അല്ലെങ്കിൽ വായനകളിലൂടെ ഒക്കെ അറിവ് നേടാം. എവിടെ തൊട്ടാലും അറിവ് ലഭിച്ചു. പക്ഷേ മൂല്യങ്ങൾ ഉണ്ടാകണമില്ല. നല്ല മൂല്യങ്ങൾ, സ്നേഹം, കാരുണ്യം, നന്മ, ദയ, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷെ മൂല്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദൈവികമായ അനുഗ്രഹം വേണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാത്തിനേക്കാളും ഉപരിയായി കർത്താവിൻ്റെ വിരുന്നിൽ പങ്കുചേരുവാനുള്ള അവസരം നഷ്ടപ്പെടുന്നത്. അതായത് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ അവസരം കിട്ടിയാൽ നമ്മൾ പങ്കുചേരണം. ഇന്നത്തെ കാലഘട്ടം കൊറോണ കാലഘട്ടമാണ്. കാരണം ബലി അർപ്പിക്കാൻ, ബലി പങ്കെടുക്കുവാൻ നിശ്ചിതമായ എണ്ണങ്ങളാണ് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. നിശ്ചിതമായ വ്യക്തികൾ, 40 പേര് അല്ലെങ്കിൽ 16 പേര് അല്ലെങ്കിൽ 100 പേര്, ഇതൊക്കെ നിശ്ചിതമായിട്ട് ഗവൺമെൻറ് പറയും. പക്ഷേ അവസരം കിട്ടിയാൽ നമ്മൾ ബലിയിൽ പങ്കുചേരണം. കാരണം അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങൾ ഓർത്താൽ മതി, ഈ ദിവസങ്ങളിൽ വാട്സപ്പിലൊക്കെ വന്നൊരു കഥയാണ്. 36 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടി, നല്ല ഫാഷൻ ഡിസൈനറാണ്, വലിയ സമ്പത്തുണ്ട്, കോടികൾ വിലമതിക്കുന്ന വീടുകളും ആഡംബര കാറുകളും എല്ലാ സൗകര്യങ്ങളും സമൃദ്ധമായ ഭക്ഷണമൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ആ മകള് ക്യാൻസർ ബാധിച്ച് ഒരു വീൽ ചെയറിൽ, ആശുപത്രി വീൽ ചെയറിൽ കട്ടിലരിയിരിക്കുന്നു. അപ്പം ആ മകള് ഷെയർ ചെയ്തിരിക്കുന്നു, എനിക്കിന്ന് കാറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് എൻ്റെ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഡയറ്റീഷ്യൻ പറയും, ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ പറയും, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഡോക്ടർ പറയും, ഈ വീൽ ചെയറിൽ സഞ്ചരിക്കാൻ പാടില്ല, എൻ്റെ കാര്യം സഞ്ചരിക്കാൻ പാടില്ല. എനിക്ക് നല്ല വീടുകളുണ്ടെങ്കിലും ആശുപത്രിയിലായി. പ്രിയങ്ങളെ, ഓർത്തുകൊള്ളുക, ദൈവമാണ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്നത്, എല്ലാ കൃപകളും നമുക്ക് നൽകും. പൗലോസ്ലീഹ 2-ാമത്തെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമൃദ്ധിയിൽ, എൻ്റെ വിശപ്പുള്ള അവസ്ഥയിൽ, എൻ്റെ ദാരിദ്ര്യത്തിൽ, എൻ്റെ ഉള്ളായ്മയിലും ഇല്ലായ്മയിലും ഒരുപോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കും. കാരണം എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ സർവശക്തനായ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും എനിക്ക് നൽകുമെന്ന്. അപ്പം ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി തീരുക, ആ ദൈവത്തെ എല്ലാത്തിനേക്കാൾ ഉപരി ആരാധിക്കുന്ന മക്കളായി തീരുക. ഈ ദിവസങ്ങളിൽ ഞാൻ കുർബാനയ്ക്ക് വേണ്ടി എല്ലാവരെയും, നമുക്കറിയാം, എല്ലാവരെയും അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കണം, വ്യക്തിപരമായി വിളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ചേട്ടൻ പറയുന്നു, ഞാൻ കുർബാനയ്ക്ക് വരുന്നില്ല സാർ,
അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? ഞാൻ 5-8 വട്ടം ഈ ചേട്ടനെ വിളിച്ചാണ്. പറയും ഞാൻ ഇങ്ങനെ വലിയൊരു സ്ഥാപനം നടത്തുകയാണ്. ആ സ്ഥാപനത്തിൽ ഒത്തിരി ബിസിനസ് കാര്യങ്ങൾ, പക്ഷേ ഈ ബിസിനസ് സ്ഥാപനങ്ങൾ കടബാധ്യത കൊണ്ട് പോവുകയാണ്. കൂടാതെ ഭാര്യ പാടില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തോടെ പറയുന്നു, ചേട്ടന് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പാടില്ല. എത്രയോ നാളായി തുടങ്ങിയിട്ട്, എന്തോരം നാളായി അധ്വാനിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ചേട്ടന് സാമ്പത്തികമായി കടബാധ്യത മാറുന്നില്ല, രോഗങ്ങൾ വിട്ടു മാറുന്നില്ല. ചേട്ടൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാം. ആ ചേട്ടൻ പറഞ്ഞത്, അച്ഛാ ഞാൻ വന്ന് പ്രാർത്ഥിക്കാം അച്ഛാ. കാരണം ഞാൻ വിചാരിച്ചു പണമാണ് അത് എല്ലാത്തിനും മുകളിലായിട്ട് നിൽക്കുന്നത്. പണമുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. പക്ഷേ പണമുണ്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു സമ്പന്നന് അദ്ദേഹത്തെ വീട് നിറയെ ഭക്ഷണമുണ്ട്. ഒരു കവിതയാണ്, അതായത് സമ്പന്നന് വിശപ്പടക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് വീട്ടിൽ നിറയെ ഭക്ഷണമുണ്ട്, പക്ഷെ വിശപ്പില്ല അദ്ദേഹത്തിന്. വിശപ്പില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന് ഇതിനെ കഴിക്കാൻ പറ്റുന്നില്ല, വിശപ്പില്ല. എനിക്കെല്ലാ വീട്ടിലും എല്ലാ കോഴിയിറച്ചിയും എല്ലാ ഇറച്ചികളും എല്ലാ അരിയും ചോറും ഒക്കെയാണ്, പക്ഷേ കഴിക്കാൻ വിശപ്പില്ല. ഈ വിശപ്പുണ്ടാകണം, അത് ദൈവാനുഗ്രഹമാണ്. നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ. ഈ സമ്പന്നൻ തൻ്റെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ പാടത്ത് ജോലി ചെയ്യുന്ന കർഷകൻ, അദ്ദേഹം നല്ലോണം കർഷകൻ നല്ല ജോലി എടുത്ത് വിയർത്ത് കുളിച്ച് കഴിയുമ്പോൾ കൊച്ചുമകളെ ചോറ്റുപാത്രത്തിൽ കഞ്ഞി കൊണ്ട് തന്നെയാണ്. ഈ കഞ്ഞി ഇദ്ദേഹം ഒരു മാവില കുമ്പിൾ കൊണ്ട് ഇങ്ങനെ കുടിക്കുന്നു, സന്തോഷത്തിൽ കുടിക്കുന്നു, എൻ്റെ കൊച്ചിന് കൊടുക്കുന്നു. അപ്പൊ ഈ സമ്പന്നൻ പറയുന്നു, എനിക്കെല്ലാം ഉണ്ടായിട്ട് എനിക്ക് വിശപ്പില്ല എന്ന്. അപ്പൊ പ്രിയമുള്ളവരെ, വിശപ്പ് പോലും നൽകുന്നത്, ആരോഗ്യം പോലും നൽകുന്നത്, സമ്പത്ത് പോലും നൽകുന്നത് എല്ലാത്തിൻ്റെയും ഉറവിടനായ ദൈവമാണെന്ന വിചാരം മനസ്സുണ്ടായിരിക്കണം. അതുകൊണ്ട് നാം ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അതായത് നമ്മൾ ആരും ഈ ബലിയർപ്പിക്കാൻ യോഗ്യരല്ല. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ചിന്ത, നമ്മുടെ ചിന്ത വഴിയോ കാഴ്ച വഴിയോ കേൾവി വഴിയോ നോട്ടങ്ങൾ വഴിയോ തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല. ഈ വിവാഹത്തിന് വഴി കൊണ്ട് എല്ലാവരെയും വിളിച്ചിടുന്നെന്ന് പറയുക. അപ്പൊ അതിലൊരു മനുഷ്യന് വിവാഹ വസ്ത്രമില്ല, അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി നരകത്തിലേക്ക് കൊണ്ടെന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ വിവാഹ വസ്ത്രം എന്ന് പറയുന്നത്? വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് അനുതാപമില്ല, മാനസാന്തരമില്ല. അതായത് അവസാനം വരെ പാപം ചെയ്ത് ഞാൻ സ്വർഗത്തിലെത്തുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും നടക്കില്ല. നമ്മൾ സ്വർഗത്തിലേക്ക് കയറണമെങ്കിലും കണ്ണീര് കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകണം. കർത്താവിൻ്റെ വിവാഹവസ്ത്രം സ്നേഹമുള്ളിൽ നിറയണം, കരുണ കാണിക്കണം, നന്മകളാൽ നിറയണം. എങ്കിലാണ് ആ വിവാഹവസ്ത്രമാകുന്ന ഈ നന്മ കൊണ്ട് നിറഞ്ഞെങ്കിലാണ് ഉള്ളിലേക്ക് കയറാൻ സാധിക്കുള്ളൂ, സ്വർഗത്തിലേക്ക് കയറാൻ സാധിക്കുള്ളൂ. ഇവിടെയുള്ള സ്വർണങ്ങളോ വീടുകളോ ഇവിടെയുള്ള സമ്പത്തോ ഇവിടെയുള്ള ഒരു സാധനവും സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ആത്മാവ് മാത്രമേ സ്വർഗത്തിലേക്ക്. ഈശോ കർത്താവ് ഈ സ്വർഗം എല്ലാവർക്കും വേണ്ടി, നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്നതിന് പേരിൽ നമുക്ക് മാത്രം സ്വർഗം ലഭിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകളാണ്, എനിക്ക് സ്വർഗം ലഭിച്ചേ മടങ്ങും. പക്ഷേ ഉള്ളിലിങ്ങനെ വൈരാഗ്യവും വെറുപ്പും അല്ലെങ്കിൽ അഹങ്കാരമാണെങ്കിൽ ഈ സ്വർഗത്തിലൊരു പടി പോലും കയറാൻ പറ്റുന്ന പറയാം. അതുകൊണ്ടാണ് വിവാഹ വസ്ത്രം തന്നെ അനുതാപം വേണം, മാനസാന്തരം വേണം. എൻ്റെ കുറവുകളെക്കുറിച്ച്, എൻ്റെ പാപങ്ങളെക്കുറിച്ച്, എൻ്റെ തെറ്റുകളെക്കുറിച്ച്, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന ആ ധൂർത്തപുത്രനെ പോലെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാലുവരി കിടക്കുമ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ പർദീസായിരിക്കും എന്നെ ഓർക്കണമേ എന്ന് അദ്ദേഹത്തെ സ്വർഗ്ഗരാജ്യം ലഭിച്ചു. അതുകൊണ്ട് നമ്മുടെ ഈ പരിശുദ്ധമായ ഈ ബലികളിൽ നമുക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോൾ അതീവമായ ഭക്തിയോടെ വിശുദ്ധിയോടെ പങ്കെടുക്കുക. ദൈവമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ ജീവിതത്തെ എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് നന്ദി പറയാനുള്ള ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരാൻ എന്നെ എപ്പോഴും അനുഗ്രഹിക്കണമേ. കരങ്ങൾ നമുക്ക് പ്രകടിക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാം നൽകുന്നത്, എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്നത് അങ്ങാണ്. അങ്ങയെക്കുറിച്ചുള്ള വിചാരം കൊണ്ട് എപ്പോഴും ജീവിക്കാനുള്ള കൃപ, അങ്ങയുടെ കൽപ്പനയിൽ പാലിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കാൻ, എന്ത് സഹനം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അങ്ങയുടെ ഉദ്ധാനത്തോടുകൂടി എല്ലാ സഹനങ്ങളും മാറുമെന്ന് പരിശോധിച്ചോയെ അങ്ങേ ആരാധിച്ച് കുടുംബത്തെ, ഭാര്യയും ഭർത്താവിനെ, മക്കളെയും എല്ലാവരും സ്നേഹിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ ഭർത്താവിനെ മക്കളെ എല്ലാവരും സ്നേഹിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റത് വിശ്വാസ പ്രമാണേറ്റുമെല്ലാം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകതാവും ജാതനായ ഏകദൈവത്തിന് എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് ചരിത്രമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവം, പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവം, ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവൻ, പിതാവായ സത്യലേഖനമായി അവിടുന്ന് വഴിയായി സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യൻ നമുക്ക് വേണ്ടിയും
അവളെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിസ്തൃതകളെ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവരുടെ മഹത്വത്തോടെ വീണ്ടും വരും. അവരുടെ രാജ്യത്തിന് അവസരമുണ്ടാകുകയും കർത്താവ് ജീവനദാവ് പിതാവിനും പുത്രനും പുറപ്പെടുന്നവർ പിതാവിനും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്ന പ്രവാചകമായ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവ്വത്രയും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാങ്ങളുടെ മുതലായുള്ള ഏകദർശനം ഞാൻ ഏറ്റുപറയുന്നു. മനുഷ്യർക്കും വരാനിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ സമർപ്പിച്ച് കർത്താവിനോടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ഉച്ചത്തിലേറ്റുകൊള്ളാം. നമ്മളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികർ, എല്ലാ ജനങ്ങളെയും സ്നേഹത്താൽ കാത്തുകൊള്ളണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിലെ ഭരണാധികാരിമാർ എല്ലാ സഹപ്രവർത്തകരും സത്യത്തിലും നീതിയിലും ധർമ്മത്തിലും ജനങ്ങളെ നയിക്കാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സ്നേഹമരുന്ന് അങ്ങയുടെ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങയുടെ ഒപ്പം സമർപ്പിച്ച് അങ്ങവയെല്ലാം അനുഗ്രഹമാക്കി മാറ്റണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ കാലഘട്ടങ്ങളിൽ കൊറോണ രോഗത്തെ പ്രയാസം അനുഭവിക്കുന്ന മക്കൾക്ക് സൗഖ്യം ലഭിക്കണമേ. ക്വാറന്റൈൻ കഴിയുന്നവർക്ക് സൗഖ്യം ലഭിക്കണമേ. കർത്താവ്, ഈശോയെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, രോഗങ്ങളാലും കുടുംബത്തെ പ്രശ്നങ്ങളാലും ബുദ്ധിമുട്ടുകളാലും പ്രയാസമില്ലാത്ത മക്കളെ കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾ പരീക്ഷയ്ക്ക് വരിക്കുന്ന മക്കളെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഈശോ കർത്താവ് എടുത്തു മാറ്റണമേ. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ്ഗ സൗഭാഗ്യം നൽകണമേ. ശില്പ, ഡേവിഡ് എന്ന മക്കളുടെ പ്രത്യേക നിയോഗങ്ങൾ, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. ഈ ബലിയെ പങ്കുചേരുന്ന നമ്മോടൊപ്പം പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്നിച്ച് സമർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമേ. നാമത്തിന്റെ നന്മയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധമായ ബലിവസ്തുക്കളെ അർപ്പണത്തോടൊപ്പം വിശ്വാസികളുടെ പ്രാർത്ഥനകളും കാഴ്ചകളും അങ്ങ് സ്വീകരിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠാനങ്ങൾ വഴി സ്വർഗമഹിമയിലെത്തിച്ചേരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എങ്ങും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നു. എന്തെന്നാൽ പാപത്തിന്റെ കുറ്റബോധം ദൂരെ അകറ്റിയ മക്കളെ അങ്ങേ പുത്രന്റെ രക്തത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും വീണ്ടും അങ്ങിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ അങ്ങത്തിന് മനസ്സായി. പരിശുദ്ധ ത്രിത്വത്തിന് ഐക്യത്താൽ ഒന്നാക്കി അങ്ങേതനും അങ്ങേ വൈവിധ്യമാർന്ന ജ്ഞാനത്തിന്റെ സ്തുതിക്കായി ക്രിസ്തുവിന്റെ ശരീരവും പരിശുദ്ധാത്മാവിന്റെ ആലയമായി അങ്ങേ തിരുസഭയെ അങ്ങ് ഉയർത്തിയല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് എളിമയോടുകൂടെ ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുമലങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സ്നേഹം നിറഞ്ഞവരെ മുട്ടുമേ നിൽക്കാം, കരങ്ങൾ കോപ്പാം. കർത്താവിന്റെ സുവിശേഷത്തിലെ ഭംഗിയായി പറയുന്നു, ഇതാ മഹാവിരുദ്ധ ദൈവം വിളിക്കുന്നു. ഒരാൾ പറയുന്നു വയലിൽ പോകണം, ഒരാൾ പറയുന്നു ബിസിനസ് പോകണം. പ്രിയമുള്ളവരെ, ഈ വയലിൽ വിതയ്ക്കുന്ന വിത്ത് അത് മുളച്ച് ചെടിയാകണമെങ്കിൽ ദൈവം വിചാരിക്കണം. നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നത് അത് വളർന്ന് പന്തലിക്കണമെങ്കിൽ വലിയ വിജയമുണ്ടെങ്കിൽ ദൈവം വിചാരിക്കണം. അപ്പം നമ്മൾ ദൈവത്തിന് എല്ലാത്തിനേക്കാൾ ഉപരിയായി സ്ഥാനം കൊടുക്കുക, ദൈവത്തിന് എല്ലാത്തിനേക്കാൾ ഉപരിയായി ആരാധിക്കുക. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന മണിക്കൂറുകൾ അതിനേക്കാൾ 10,000 മടങ്ങ് ദൈവം നമ്മെ അനുഗ്രഹിക്കും. കാര്യങ്ങൾ കോപ്പി നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന് ഇഷ്ടം പോലെ നിറവേറ്റുന്നതിന് പ്രാർത്ഥനയോടെ ഈശോയുടെ ക്രിസ്തുവിലേക്ക് നോക്കി ആരാധിക്കും. സർവശക്തനായ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനായ ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമെന്ന്. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. ദൈവമേ
എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങേ പരിചരിക്കുവാൻ ഈ എളിയവരും ഭാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അമ്പവും രക്ഷപാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കിടുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ നയിച്ചെടുക്കണം. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭ ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്കും വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തുപറമ്പിൽ പരാപ്പഴ മെത്രാൻപുരത്തേക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാരും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയ്ക്ക് ദൈവമേ, ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചവരെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ലോകത്ത് മരണമടഞ്ഞ എല്ലാവർക്കും സ്വർഗ്ഗ സൗഭാഗ്യം. ഈ എളിയവരായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ബലിയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം ഞാൻ സ്വർഗീയ മധ്യസ്ഥമായ വിശുദ്ധ അപസ്തലത്തോട് എല്ലാ വിശുദ്ധരുമത് നിന്റെ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ അനുഗ്രഹിക്കണം. കാര്യങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ലേഖ്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് സ്വർഗസ്ഥനായ പിതാവിനെ അവിടെ എല്ലാം സമർപ്പിച്ച് സ്വർഗത്തിലേക്ക് ഹൃദയമുയർത്തി ഏറ്റുവരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതുവേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഏറ്റുവീഴുന്നോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളെ ഏറ്റുവാൻ ശ്രമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കുന്നു. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണം. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷകളും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാവങ്ങളും മതിരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഞങ്ങളുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാർ ചെയ്തവരും ഞങ്ങളെ പാവങ്ങളെ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തകർപ്പാക്കി അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചുടിയാലും എന്നു ജീവിക്കുകയും ആളുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും കുഞ്ഞാവേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ
സർവശക്തനായ കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങളെല്ലാവരും കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൽ